ഒരു പോയിന്റ് ചാർജും ഡൈപോളും അവയ്ക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെയും കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റ് ചാർജും ഡൈപോളും അവയ്ക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററായ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിന്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഇക്വി എന്ന് പറഞ്ഞാൽ ഈക്വൽ, പൊട്ടൻഷ്യൽ ഈക്വൽ പൊട്ടൻഷ്യൽ. അതായത് ഒരു സർഫസിന്റെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ, ഒരു സർഫസിന്റെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ ആ സർഫസിനെ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് എ സർഫസ് അറ്റ് എവരി പോയിന്റ് ഓഫ് വിച്ച്, അതിന്റെ എല്ലാ പോയിന്റിലും ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇസ് ദ സെയിം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെയിം ആണ്. ഒരു സർഫസിലുള്ള എല്ലാ പോയിന്റിലും ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് ഒരേ വിലയാണെങ്കിൽ, ഒരേ വാല്യൂ ആണെങ്കിൽ നമ്മൾ പറയും അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതിന്റെ പ്രത്യേകത എന്താ? പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം ഒരു സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വർക്ക് വേണ്ട. നോ വർക്ക് ഈസ് നീഡഡ്, അല്ലെങ്കിൽ വർക്ക് ഈസ് 0. നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓൺ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പൊട്ടൻഷ്യൽ എല്ലാ പോയിന്റിലും സെയിം ആണ്. അതുപോലെ ആ സർഫസിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോകാൻ ഒരു വർക്കും ആവശ്യമില്ല. എക്സാമ്പിൾ: ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. രണ്ടാമത്തെ, ഓൾ പോയിന്റ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ചാർജ് ആർ അറ്റ് ദ സെയിം പൊട്ടൻഷ്യൽ. ഒരു ചാർജിൽ നിന്ന് ഒരേ ദൂരത്തിലുള്ള എല്ലാ പോയിന്റും ഉൾപ്പെടുന്ന സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഒരു ചാർജിൽ നിന്ന് ഒരേ ദൂരത്തിലുള്ള എല്ലാ പോയിന്റും ഉൾപ്പെടുന്ന ഇതൊരു ചാർജ്, ക്യൂ എന്ന് പറഞ്ഞ ചാർജ്. ഇതിൽ നിന്ന് കുറെ പോയിന്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരേ അകലത്തിലുള്ള കുറെ പോയിന്റ്സ് ഉണ്ട്. ഇതുപോലെ 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 ഇതെല്ലാം കൂടുന്ന സർക്കിള്, ഈ പോയിന്റ്സ് എല്ലാം കൂടുന്ന ഒരു സർക്കിള്. ആ സർക്കിള് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ആ സർക്കിള് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇപ്പം ഒരു പോയിന്റിൽ നിന്നും, ഒരു പോയിന്റ് ചാർജിൽ നിന്നും ഒരേ അകലത്തിലുള്ള എല്ലാ പോയിന്റ്സും ചേരുന്ന സർഫസ്, അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇപ്പം ചാർജ് ഉള്ള എല്ലാ കണ്ടക്ടേഴ്സിന്റെ സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതുപോലെ ഒരു പോയിന്റ് ചാർജിൽ നിന്നും ഒരേ അകലത്തിലുള്ള പോയിന്റ്സ് എല്ലാം കൂടുന്ന ഒരു സർഫസ്, അതും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അടുത്തത്, എന്തൊക്കെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടീസ്? ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് E ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ ലംബമായിട്ടായിരിക്കും. രണ്ട്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇലക്ട്രിക് ഫീൽഡിനെ തരുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സും, ഇലക്ട്രിക് ഫീൽഡ് തന്നെയല്ല, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സും രണ്ടും ഒന്ന് തന്നെയാണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. മൂന്ന്, നോ വർക്ക് ഈസ് നീഡഡ് ടു മൂവ് എ ചാർജ് ഓവർ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ കൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ നമ്മൾ വർക്കൊന്നും ചെയ്യേണ്ട. നാല്, ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് കാനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യാൻ പറ്റില്ല, കൂട്ടിമുട്ടാൻ പറ്റില്ല. കാരണം എന്നാ?
കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ പൊട്ടൻഷ്യലിന് രണ്ട് വ്യത്യസ്ത വില വരും. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇങ്ങനെ 4 പ്രോപ്പർട്ടീസ് ആണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനുള്ളത്. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. 2, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. 3, നോ വർക്ക് ഈസ് നീഡഡ് ടു മൂവ് എ ചാർജ് ഓവർ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. 4, ദേ കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഇന്റർസെക്ട് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അടുത്തത് ഒരു ചോദ്യം. എ ചാർജ് ക്യാപിറ്റൽ ക്യൂ ഈസ് ടേക്കൺ അറൌണ്ട് അനദർ ചാർജ് ക്യൂ. ഒരു ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് എടുക്കുന്നു, നമ്മൾ കൊണ്ടുപോവുകയാണ്. എങ്ങനെയാ? ടേക്കൺ അറൌണ്ട് അനദർ ചാർജ് സ്മോൾ ലെറ്റർ ക്യൂ. ഒരു ക്യൂ, സ്മോൾ ലെറ്റർ ക്യൂ എന്ന് പറഞ്ഞ ചാർജിന് ചുറ്റുമാണ് ക്യാപിറ്റൽ ക്യൂ കൊണ്ടുപോകുന്നത്. എതിരെ കൊണ്ടുവന്നത് എലോങ് എ സർക്കിൾ, ഒരു സർക്കിളെ കൂടെയാണ്. ക്യാപിറ്റൽ ക്യൂനെ ഒരു സർക്കിളെ കൂടെ നമ്മൾ കൊണ്ടുപോകുന്നത്. വിത്ത് സ്മോൾ ലെറ്റർ ക്യൂ ഓഫ് സെന്റർ. സ്മോൾ ലെറ്റർ ക്യൂ ചാർജിനെ ഒരു പോയിന്റ് വെച്ചു, എന്നിട്ട് അതിന് ചുറ്റും ഒരു സർക്കിളിലൂടെ ക്യാപിറ്റൽ ക്യൂ ചാർജിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുവാണ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഓൺ ക്യാപിറ്റൽ ക്യൂ? നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്ന ചാർജാണ് ക്യാപിറ്റൽ ക്യൂ. അതിലുള്ള വർക്ക് എത്രയാണെന്നാണ് ചോദ്യം. ഫോർ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ക്യാപിറ്റൽ ക്യൂവിൽ നമ്മൾ കൊടുക്കുന്ന വർക്ക് എത്രയാണ്? എത്ര വർക്ക് വേണം? നമുക്കറിയാം ക്യാപിറ്റൽ ക്യൂ ഒരു സ്മോൾ ലെറ്റർ ക്യൂവിന് ചുറ്റും ഒരു സർക്കിളിൽ കൂടെ കടന്നു പോകുമ്പോൾ സ്മോൾ ലെറ്റർ ക്യൂവിന് ചുറ്റുമുള്ള ആ സർക്കിൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അങ്ങനത്തെ ഒരു സർഫസിൽ കൂടെ എത്ര ചാർജ് കൊണ്ടുപോയി കഴിഞ്ഞാലും വർക്ക് ഡൺ 0 ആണ്. വർക്ക് ഈസ് 0. എത്ര കറക്കം കറങ്ങിയാലും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ കൂടെയാണ് ചാർജ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ അതിലുള്ള വർക്ക് 0 ആണ്. വർക്ക് ഡൺ ഈസ് 0 ആസ് ക്യാപിറ്റൽ ക്യൂ ഈസ് മൂവിങ് ഓൺ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് ക്യൂ. സ്മോൾ ലെറ്റർ ക്യൂവിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ കൂടെയാണ് ക്യാപിറ്റൽ ക്യൂ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ടോപ്പിക്ക്. അടുത്തത് ചില ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് കാരണം ഉള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമുക്ക് കാണാം. ഒന്ന് യൂണിഫോം ഫീൽഡ്. ആ ഡോട്ടിട്ട ലൈനുകൾ കാണിക്കുന്നത്, ആരോ ഉള്ള ഡോട്ടിട്ട ലൈനുകൾ കാണിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനും ഇലക്ട്രിക് ഫീൽഡിനെയാണ്. നമുക്കറിയാം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലായിരിക്കും. ആ ഡോട്ടിട്ട ലൈൻസ് എല്ലാം പാരലാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ചതുരത്തിലുള്ള സർഫസ് ആണ് ഇവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. യൂണിഫോം ഫീൽഡ് ലൈൻസ് പാരലാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ചതുരം പോലെ കാണിച്ചിരിക്കുന്ന ആ സർഫസസ് ആണ് ഏത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ചതുരത്തിലുള്ള ഈ ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ചതുരത്തിലുള്ള സർഫസുകളാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഡോട്ട് ലൈൻ എല്ലാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇപ്പൊ യൂണിഫോം ഫീൽഡിലെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസുകളാണ്. അടുത്തത് ഫോർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആർ പ്ലെയിനുകളാണ്, പ്രതലങ്ങളാണ്. അടുത്ത ഒരു പോയിന്റ് ചാർജ് കാരണം പ്ലസ് ക്യൂ ചാർജ് നടുക്ക് പ്ലസ് ഇരിപ്പുണ്ട്. അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ നേരെ പോകുന്ന നേരെയുള്ള ലൈൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇനി അതിന് ചുറ്റുമുള്ള സർക്കിൾസ്, വട്ടങ്ങൾ കാണാം, കുറെ സർക്കിൾസ് കാണാം. ആ സർക്കിൾസ് ആണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള സർക്കിൾസ് ആണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓരോന്നും ഓരോ പൊട്ടൻഷ്യൽ സർഫസാ. ആ ഓരോ സർഫസിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. പിന്നെ ആ പുറത്തേക്ക് ആരോ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. അടുത്തത് ലൈക്ക് ചാർജസ്. 2 പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഡോട്ട് ഇട്ടത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. നല്ല കറുത്ത വരച്ചേക്കണേ ഇൻഫിനിറ്റി പോലൊക്കെ നമുക്ക് തോന്നുന്നത് അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഡോട്ട് ഇട്ട ലൈനുകൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ബ്ലാക്ക് ആയിട്ടുള്ള ലൈൻസ്, സോളിഡ് ആയിട്ടുള്ള ലൈൻസും ആ രൂപങ്ങളും ഒക്കെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളുമാണ്. 2 ലൈക്ക് ചാർജ് കാരണമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അടുത്താണ് 2 അൺലൈക്ക് ചാർജസ്, ഒന്ന് പ്ലസും വേറൊന്ന് മൈനസും. അവിടെ ഡോട്ട് ഇട്ടിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. സോളിഡ് ലൈൻസ് ആയിട്ട് 2 ചാർജിന് ചുറ്റുമായിട്ട് സർക്കിൾസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. പിന്നെ 2 ചാർജിന്റെ നടുക്കായിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ബ്ലാക്ക് ലൈൻ പോകുന്നുണ്ട്. അതും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്.
ഇത് ഡൈപോള്, രണ്ട് ചാർജ് ഈക്വൽ ആണെങ്കിൽ ഒരു ഡൈപോൾ ആയിട്ടും നമുക്ക് ഇതിനെ എടുക്കാം. അൺലൈക്ക് ചാർജസ് ആയിട്ടും എടുക്കാം. രണ്ട് ചാർജ് ഈക്വൽ ആണെങ്കിൽ അതൊരു ഇലക്ട്രിക് ഡൈപോൾ ആയിട്ട് ഇത് മാറും. അപ്പൊ ഇലക്ട്രിക് ഡൈപോള് കാരണമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അൺലൈക്ക് ചാർജും ഇലക്ട്രിക് ഡൈപോളും കാരണമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഇങ്ങനെയാണ് വരയ്ക്കുക. മൂന്ന് ഭാഗങ്ങളുള്ള രണ്ട് ചാർജിന് ചുറ്റുമുള്ള സർക്കുലർ ഷേപ്പിലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളും നടുക്കൂടുള്ള പെർപെൻഡിക്കുലർ ലൈനും അതും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഡോട്ട് ഇട്ട് കാണിച്ചേക്കുന്നതെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. അടുത്ത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ നമ്മൾ പഠിച്ചു റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. ഒന്ന് എ എന്ന് പറയുന്ന ഒരു സർഫസ്, അതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതിലെ എല്ലാ പോയിന്റിലും വി പൊട്ടൻഷ്യലാണ് ഉള്ളത്, വി പൊട്ടൻഷ്യൽ. ഇനി അടുത്ത ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ബി. അതിൽ ഉള്ള പൊട്ടൻഷ്യൽ ബി പ്ലസ് ഡി വി. ഇവ തമ്മിലുള്ള ദൂരം ഡി ആർ ആണ്. ചെറിയൊരു ദൂരമുള്ളൂ, വളരെ അടുത്ത രണ്ട് സർഫസുകളാണ്. അവ തമ്മിലുള്ള ചെറിയ ദൂരമാണ് ഡി ആർ. എയുടെ വി, ബിയുടെ വി പ്ലസ് ഡി വി. ഡി ആർ ആണ് രണ്ടും തമ്മിലുള്ള ദൂരം. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ എയിൽ നിന്ന് ബിയിലേക്കാണ്. ഈ രണ്ട് സർഫസും ഇരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എയിൽ നിന്ന് ബിയിലേക്കാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അവിടെ എവിടെയെങ്കിലും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് ബിയുടെ നേരെ പോരും. ഇലക്ട്രിക് ഫീൽഡ് എയിൽ നിന്ന് ബിയിലേക്കാണ്. നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ബിയിൽ നിന്ന് എയിലേക്ക് എടുക്കുന്നു. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ബിയിൽ നിന്ന് എയിലേക്ക് എടുക്കുന്നു. എന്തിനെതിരെ? ഇലക്ട്രിക് ഫീൽഡിനെതിരെ. എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് മൂവ്ഡ് ഫ്രം ബി ടു എ എഗൈൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെതിരെ ബിയിൽ നിന്ന് എയിലേക്ക് നമ്മൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എടുക്കുമ്പോൾ വർക്ക് ഡൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എടുത്തേക്കണേ. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വർക്ക് ഡൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിയിൽ നിന്ന് എയിലേക്ക് എടുക്കുന്നത്. അപ്പൊ ചാർജ് ചെയ്യുന്ന അവസാനത്തെ പോയിന്റ് എ ആണ്, എയിലുള്ള പോയിന്റ് ആണ്. അതുകൊണ്ട് വി ഫൈനൽ പൊട്ടൻഷ്യൽ വി മൈനസ് ചാർജ് തുടങ്ങുന്ന ബിയിൽ നിന്നാണ്. അവിടുത്തെ പൊട്ടൻഷ്യൽ ബി പ്ലസ് ഡി ബി. വി മൈനസ് ബി പ്ലസ് ഡി ബി. അവിടെ നോക്കിയാൽ വി മൈനസ് ബി 0 എന്ന് കിട്ടും. പിന്നെ മൈനസ് ഡി ബി മാത്രമേ അവിടെ മിച്ചമുള്ളൂ. ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബി. അതാണ് വർക്ക് ഡൺ. വർക്ക് ഡൺ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഒരു ചാർജിലുള്ള ഫോഴ്സ് ക്യൂ ഇൻറ്റു ഇ ആണ്. ക്യൂ ഇൻറ്റു ഇ ആണ് ഒരു ചാർജിലുള്ള ഫോഴ്സ്. ഇവിടെ നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എടുക്കുന്നത്. അപ്പൊ ക്യൂ ഇൻറ്റു ഇ എന്നുള്ളത് 1 ഇൻറ്റു ഇ എന്നാവും. 1 ഇൻറ്റു ഇ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് 1 ഇൻറ്റു ഇ ഡോട്ട് ഡി ആർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. എഫ് ഡോട്ട് ഡി ആർ ആണ് വർക്ക്. എഫ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു ഇ, ക്യൂ എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 1 ഇൻറ്റു ഇ ഡോട്ട് ഡി ആർ. അപ്പൊ മൈനസ് ഡി വി ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി ആർ നമുക്ക് കിട്ടും. മൈനസ് ഡി വി ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി ആർ. അപ്പൊ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബി ബൈ ഡി ആർ. മൈനസ് ഡി ബൈ ഡി ആർ അതിനെ നമ്മൾ ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കുന്നത്. ഡി ബൈ ഡി ആറിനെ നമ്മൾ ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കുന്നത്. മൈനസ് ഡി ബൈ ഡി ആർ അതിനെ നെഗറ്റീവ് ഗ്രേഡിയന്റ് എന്ന് വിളിക്കും. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഇൻ ദാറ്റ് ഡയറക്ഷൻ അറ്റ് ദ പോയിന്റ്. അങ്ങനെ പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഇൻ ദാറ്റ് ഡയറക്ഷൻ അറ്റ് ദ പോയിന്റ്. അങ്ങനെയും പറയാം. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയും പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയും പറയാം. ഇതാണ് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം. ഇനി ഇവിടുന്ന് മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ ചേഞ്ച് പെർ
യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് നോർമൽ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ചേഞ്ച് പെർ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടും. അവിടുന്ന് നോക്കിയാൽ മതി. ഇ ഇസ് ഇക്വൽ ടു മൈനസ് ഡി ബി ബൈ ഡി ആർ. ഇ ഇസ് ഇക്വൽ ടു മൈനസ് ഡി ബി ബൈ ഡി ആർ. ഡി ആർ 1 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്, ഡി ആർ 1 അതാണ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണ് ഇ ഇസ് ഇക്വൽ ടു മൈനസ് ഡി ബി. ഇ ഇസ് ഇക്വൽ ടു മൈനസ് ഡി ബി. ഇ ഇസ് ഇക്വൽ ടു മൈനസ് ഡി ബി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈക്വൽ ആകും എപ്പം ഡി ആർ 1 ആകുമ്പോൾ, ഡിസ്പ്ലേസ്മെന്റ് 1 ആകുമ്പോൾ, ഡി ആർ 1 ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഡിഫറൻസും മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആകും. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ ചേഞ്ച്, അതായത് ഡി വി പെർ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഡി ആർ 1 നോർമൽ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അങ്ങനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ പറയാം. അല്ലെങ്കിൽ ഇ ഈസ് ഇക്വൽ ടു മൈനസ് ഡി ബി ബൈ ഡി ആർ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ നെഗറ്റീവ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ നമുക്ക് പറയാം. അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡ്, ഒരു സ്പെറിക്കൽ ഷെല്ല് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഗോസസ് തിയറം ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ അതിന്റെ മൂന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ഷെല്ലിനകത്താണ് പോയിന്റ് വരുന്നതെങ്കിൽ ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് കേസാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് കേസാണ്. നമുക്കറിയാം ചില കണ്ടക്ടേഴ്സിനകത്തൊക്കെ ഒരു ക്യാവിറ്റി ഉണ്ട്. ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ഥലം. നമ്മൾ ചോറൊക്കെ ഉണ്ടിട്ട് നമ്മുടെ സ്റ്റീൽ ചോറ്റുപാത്രമൊക്കെ നമ്മൾ അടച്ചു വെക്കുമ്പോൾ ആ ചോറ്റുപാത്രത്തിനകത്ത് ഒരു ക്യാവിറ്റി ഉണ്ട്. ക്യാവിറ്റി ആ ഭാഗങ്ങളിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അല്ലെ അടച്ചിട്ട കാറ്, നന്നായിട്ട് ലോക്ക് ചെയ്ത് അടച്ചിട്ട കാറ്, അതിനകത്ത് ഒരു ക്യാവിറ്റി ഉണ്ട്. അങ്ങനത്തെ ക്യാവിറ്റികളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആയിരിക്കും. ഇറ്റ് ഈസ് ദ വാനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാകൽ. ഇറ്റ് ഈസ് ദ വാനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാകൽ. ഇറ്റ് ഈസ് ദ വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് എ ക്യാവിറ്റി ഇൻ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിനകത്ത് ഒരു ക്യാവിറ്റി ഉണ്ടെങ്കിൽ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആയിരിക്കും. ആ കണ്ടക്ടർ എത്ര ചാർജ് ഉണ്ടെങ്കിലും ആ കണ്ടക്ടറിനകത്തുള്ള ക്യാവിറ്റിക്കകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആയിരിക്കും. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകുന്നതിന് പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഫിഗറിൽ ഒരു കണ്ടക്ടർ പ്ലസ് ചാർജ് കൊടുത്തേക്കും. അതിന്റെ അകത്ത് ഒരു ക്യാവിറ്റി ഉണ്ട്. ഇതാണ് ക്യാവിറ്റി. ആ വെളുത്ത് കാണുന്ന ഭാഗം ക്യാവിറ്റി. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണ്. കണ്ടക്ടർ ചാർജ് ഉണ്ട്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ക്യാവിറ്റിക്കകത്ത് ഇല്ല. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയും. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കാം? ആ ക്യാവിറ്റിക്കകത്ത് ഇലക്ട്രിക് ഫീൽഡ് അടിക്കാൻ വയ്യാത്ത, ഇലക്ട്രിക് ഫീൽഡ് ഏക്കാൻ പറ്റാത്ത സംഗതികൾ വല്ലതും സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം. അവിടെ ഇലക്ട്രിക് ഫീൽഡ് വരികയില്ല. എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിലും ആ ക്യാവിറ്റിക്കകത്തേക്ക് കടന്നു വരത്തില്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് സംരക്ഷിക്കേണ്ട സാധനങ്ങളൊക്കെ ആ ക്യാവിറ്റിക്കകത്ത് വെച്ച് നമുക്ക് സംരക്ഷിക്കാം. ദ പ്രോസസ് ഓഫ് പ്രൊട്ടക്ടിങ് എ സ്പേസ് ഫ്രം ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഒരു പ്രത്യേക സ്ഥലം ഇലക്ട്രിക് ഫീൽഡ് ഏക്കാതെ നമുക്ക് സംരക്ഷിക്കണം എങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ദ പ്രോസസ് ഓഫ് പ്രൊട്ടക്ടിങ് എ സ്പേസ് ഫ്രം ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അതിന് നമ്മൾ പറഞ്ഞവരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയും. അപ്പോൾ ഒരു ക്യാവിറ്റിക്കകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നതിന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയും. ആ സ്ഥലത്ത് വെച്ചിട്ട് ഒരു സ്പേസിനെ, അങ്ങനെ ഒരു ക്യാവിറ്റിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള സ്പേസ് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും സാധനത്തെ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആ സ്പേസിൽ കൊണ്ടുവച്ചാൽ മതി. അപ്പം അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇതിന് 1-2 ഇഫക്റ്റ് ഉണ്ട്. ഇൻ തണ്ടർ സ്റ്റോം അക്കമ്പനീഡ് ബൈ ലൈറ്റനിങ്, നല്ല ഇടിയും മിന്നലും ഒക്കെയുള്ള സമയമാണ്. ഇൻ തണ്ടർ സ്റ്റോം അക്കമ്പനീഡ് ബൈ ലൈറ്റനിങ് ഇറ്റ് ഈസ് സേഫസ്റ്റ് ടു ബി ഇൻസൈഡ് എ കാർ. ഒരു തണ്ടർ സ്റ്റോം, അതായത് കൊടുങ്കാറ്റും മഴയും ഇടിമിന്നലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള സമയത്ത് ഇറ്റ് ഈസ് സേഫസ്റ്റ് ടു ബി ഇൻസൈഡ് എ കാർ. ഒരു കാറിനകത്തായിരിക്കുന്നതാണ് നല്ലത്. നമ്മളൊരു യാത്രയിലാണെന്ന് വെച്ചു, അപ്പം തുറസായ ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി കൊണ്ട് നിർത്തി. അതിനേക്കാളും നല്ലത് തുറസായ സ്ഥലത്ത് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പുറത്തിറങ്ങുന്നതിനേക്കാൾ നല്ലത് കാറിനകത്ത് തന്നെ ഇരിക്കുന്നതാണ്, റാദർ ദാൻ ഇൻ ആൻ ഓപ്പൺ ഗ്രൗണ്ട്. ഇപ്പൊ നല്ല മഴയുടെ ഇടിയുടെ ഒക്കെ സമയത്ത് നമ്മള് ഒരു കാറിനകത്തിരിക്കുന്നതാണ് കൂടുതൽ സേഫ്. കാരണമാണ് കാറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. എത്ര ഇടിമിന്നൽ വന്നാലും കാറിനകത്തേക്ക് കയറത്തില്ല. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇൻ തണ്ടർസ്റ്റോം അക്കമ്പനീഡ് ബൈ ലൈറ്റനിങ്
ഇറ്റ് ഈസ് സേഫസ്റ്റ് ടു ബി ഇൻസൈഡ് എ കാർ. കാറിനകത്തിരിക്കുന്നതാണ് നല്ലത്. റാദർ ദാൻ ഇൻ ആൻ ഓപ്പൺ ഗ്രൗണ്ട്. ഓപ്പൺ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് കാറിനകത്തിരിക്കുന്നതാണ്. ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് കാരണമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ടു പ്രൊട്ടക്ട് സർട്ടൺ ഇൻസ്ട്രുമെന്റ്സ് ഫ്രം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ചില ഇൻസ്ട്രുമെന്റ്സിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ചില മരുന്നിനെ നമുക്ക് വെളിച്ചത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ എന്താ ചെയ്യണേ? നല്ല കളറുള്ള കുപ്പിക്കകത്ത് മരുന്നിനെ എടുക്കും. ചില കുപ്പിക്കൊക്കെ നല്ല കളറാണ്, നല്ല വയലറ്റ് കളറ് അല്ലെങ്കിൽ നല്ല ചുമന്ന കളറ് നമ്മൾ നോക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ ചുമന്ന കളറുള്ള കുപ്പിയൊക്കെ എന്തിനാണെന്ന് നമ്മൾ ഓർക്കും. അപ്പം അതിനെ ലൈറ്റ് അധികം ഏക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കളറുള്ള കുപ്പിയിൽ മരുന്നെടുക്കുന്നത്. ടു പ്രൊട്ടക്ട് സർട്ടൺ ഇൻസ്ട്രുമെന്റ്സ് ഫ്രം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ചില ഇൻസ്ട്രുമെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എൻക്ലോസ് ദം ഇൻസൈഡ് മെറ്റൽ ബോക്സസ്. നമ്മൾ അവയെ മെറ്റൽ ബോക്സിനകത്ത് വെക്കും. നമ്മുടെ മൊബൈൽ ഫോണിന് ബെല്ലടിക്കല് എന്ത് ചെയ്യും? നമ്മൾ നല്ലൊരു ചോറ്റുപാത്രം എടുത്തിട്ട് അതിനെ നന്നായിട്ട് അടച്ചങ്ങ് വെച്ചാൽ മതി. ആ ക്യാവിറ്റിക്കകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. സിഗ്നൽ ഒന്നും കയറി ചെല്ലുകയില്ല. ഇടയ്ക്ക് സ്പേസ് ഉണ്ടെ കയറി ചെല്ലും കേട്ടോ. നല്ല ഭംഗിയായിട്ട് ടൈറ്റ് ആയിട്ട് മുറുക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കയറി ചെല്ലത്തില്ല. ടു പ്രൊട്ടക്ട് സർട്ടൺ ഇൻസ്ട്രുമെന്റ്സ് ഫ്രം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എൻക്ലോസ് ദം ഇൻസൈഡ് മെറ്റൽ ബോക്സസ് കോൾഡ് ഫാരഡേ കേജസ്. അവയെ മെറ്റൽ ബോക്സിനകത്താക്കും. അങ്ങനത്തെ മെറ്റൽ ബോക്സിന് നമ്മൾ വന്ന പേരാണ് ഫാരഡേ കേജസ് എന്ന് പറയും. ഫാരഡേ കേജസ്. അവിടെ എന്താ നടക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കാണില്ല. അങ്ങനത്തെ കേജസിനകത്ത്, മെറ്റൽ ബോക്സസിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കാണില്ല. അപ്പം അവ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് സംരക്ഷിതമാണ്. അങ്ങനെ ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ചില ഇൻസ്ട്രുമെന്റ്സിനെ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി അവയെ നമ്മൾ ഫാരഡേ കേജസ് എന്ന് പറഞ്ഞ മെറ്റൽ ബോക്സിനകത്ത് ഭദ്രമായിട്ട് സൂക്ഷിക്കും. അങ്ങനത്തെ ബോക്സിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇപ്പൊ ഒരു ക്യാവിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നു. ക്യാവിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് അനുഭവപ്പെടുന്നില്ല. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയും. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇനി അടുത്തതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് അന്തരീക്ഷത്തില്, ഇലക്ട്രോസ്റ്റാറ്റിക് എൻവയോൺമെന്റിൽ ഒരു കണ്ടക്ടറിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് എൻവയോൺമെന്റിൽ ഒരു കണ്ടക്ടറിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്. ഒരു 5 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് 0. ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഒരു കണ്ടക്ടറിനകത്ത്, ഏത് കണ്ടക്ടർ ആയിക്കോട്ടെ, ആ കണ്ടക്ടറിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതിന് പുറത്ത് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് കാണുകയുള്ളൂ. പുറത്ത് മാത്രമേ, കണ്ടക്ടറിന്റെ സർഫസ് തൊട്ട് പുറത്തേക്ക് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് കാണുള്ളൂ. ഒരു കണ്ടക്ടർ ആണോ, അതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അകത്ത് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. നമ്മൾ ഗോസസ് തിയറത്തിനകത്ത് ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ അകഭാഗത്ത് ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ അകഭാഗം, അതിന്റെ അകത്ത് ഗോസസ് തിയറത്തെ നമ്മൾ കണ്ടു. അതിന്റെ അകത്ത് ഒരു സംഗതിയില്ല. അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് 0. കണ്ടക്ടറിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. 2, ഇന്റീരിയർ ഓഫ് എ കണ്ടക്ടർ ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ് ഇൻ ദ സ്റ്റാറ്റിക് സിറ്റുവേഷൻ. സ്റ്റാറ്റിക് കേസിൽ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ കേസിൽ ഒരു കണ്ടക്ടറിന്റെ അകത്ത് എക്സസ് ചാർജ് ഉണ്ടാവില്ല. അകത്ത് എക്സസ് ചാർജ് അല്ലെ ഫ്രീ ചാർജ് ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഒരു കണ്ടക്ടറിനകത്ത് എക്സസ് ചാർജ് ഉണ്ടാവില്ല. സ്റ്റാറ്റിക് കണ്ടീഷനിൽ അകത്ത് ചാർജ് കാണൂല, പുറത്ത് മാത്രമേ കാണുള്ളൂ. ഒരു കണ്ടക്ടറിന് ചാർജ് കൊടുത്താൽ ആ ചാർജ് സ്റ്റാറ്റിക് കേസിൽ അതിന്റെ സർഫസിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ കേസ്, ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് മസ്റ്റ് ബി നോർമൽ ടു ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. ഇലക്ട്രിക് ഫീൽഡ്, സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ദ ചാർജ്ഡ് കണ്ടക്ടർ. ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഒരു സർഫസിന് ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. അതിന്റെ അർത്ഥം ആ സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന്. ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതല്ല, ഇലക്ട്രിക് ഫീൽഡ് ആ സർഫസിന് എപ്പോഴും നോർമൽ ആയിരിക്കും. നാലാമത്തെ കേസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇൻസൈഡ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ അകത്തുള്ള എല്ലാ പോയിന്റിലും
ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ സെയിം ആണ്. ഒരു കണ്ടക്ടറിനകത്തുള്ള എല്ലാ പോയിന്റിലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെയിം ആണ് അകത്തുള്ള എല്ലാ പോയിന്റ്സിലും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓൺ ഇറ്റ്സ് സർഫസ്. ആ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് ആ കണ്ടക്ടറിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യലിന് തുല്യമായിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ വേണേലും പറയാം, ഒരു കണ്ടക്ടറിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും അതിന്റെ അകത്തുള്ള എല്ലാ പോയിന്റിലും. ഒരു കണ്ടക്ടറിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും അതിന്റെ അകത്തുള്ള എല്ലാ പോയിന്റിലും. പക്ഷെ വ്യത്യാസമുണ്ട്. എന്താ? ഇലക്ട്രിക് ഫീൽഡ് സർഫസിലേ ഉണ്ടാവുകയുള്ളൂ, അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ്, ഒരു കണ്ടക്ടറിന്റെ ഇലക്ട്രിക് ഫീൽഡ് സർഫസിൽ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിന്റെ അകത്തുള്ള എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. പക്ഷെ പൊട്ടൻഷ്യൽ അങ്ങനെയല്ല. സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഒരു കണ്ടക്ടറിന്റെ അകത്തെ എല്ലാ ഭാഗത്തും. അഞ്ചാമത്തെ സംഗതി, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ ഏത് പോയിന്റില്, സർഫസിലുള്ള ഏത് പോയിന്റിലും ഉള്ള ഇലക്ട്രിക് ഫീൽഡ്, ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസിലുള്ള ഏത് പോയിന്റിലും ഉള്ള ഇലക്ട്രിക് ഫീൽഡ് E സമം സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. E സമം സിഗ്മ ബൈ എപ്സിലോൺ 0. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി, സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി, എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. E സമം സിഗ്മ ബൈ എപ്സിലോൺ 0. അതാണ് ഒരു കണ്ടക്ടറിന്റെ, ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് സർഫസിലുള്ള ഏത് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് E സമം സിഗ്മ ബൈ എപ്സിലോൺ 0. ഇപ്പം അഞ്ച് കാര്യങ്ങൾ. ഇതൊരു കണ്ടക്ടർ, ഈ കൊടുത്തേക്കുന്ന ഒരു കണ്ടക്ടർ. ഒന്നാമത്തെ കാര്യം ഇതാണ്, അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. രണ്ട്, അതിനകത്ത് എക്സസ് ചാർജ് 0 ആണ്. മൂന്ന്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദ സർഫസ്. സർഫസിന് പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. മൂന്നാമത്തെ. നാലാമത്തെ, അതിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ V ആണെങ്കിൽ അതിന്റെ അകത്തും പൊട്ടൻഷ്യൽ V ആയിരിക്കും. അതിന്റെ സർഫസിലുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ മുഴുവൻ പൊട്ടൻഷ്യൽ V ആയിരിക്കും. 5, സർഫസിലുള്ള ഒരു പോയിന്റ് എടുത്താൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. സർഫസിലുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ 0